പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയോട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇവിടെ ജോലികളൊന്നുമില്ല, ജോലി ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, പിന്നെ നേരം പോകാനായിട്ട് TV കാണാം, പുസ്തകം വായിക്കാം, പിന്നെ എൻ്റെ പട്ടികളുമായിട്ട് കൂട്ടുകൂടാം, അവർ നല്ല സ്നേഹമുള്ളവരും നന്ദിയുള്ളവരുമാണ് എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോഴും ഭയങ്കര സങ്കടമാണ് അലീനയ്ക്ക് കേട്ടോ. അങ്ങ് ഒറ്റപ്പെട്ടു പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഊന്നുവടിയാണ് നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്, ഇനി അങ്ങോട്ട് എനിക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഭയങ്കര സങ്കടമാകുന്നു അലീനയ്ക്ക്. അലീന പുറകെ ചെല്ലുന്നുണ്ട്. കാറിൻ്റെ അടുത്ത് വരെ ചെന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാത്തിനും നന്ദി പറയുക, താങ്ക്സ് പറയുക കേട്ടോ ബാലേന്ദ്രൻ അലീനയോട്. അന്നേരം അലീന ഭയങ്കര സങ്കടത്തോടെ പറയുവാണ്, അച്ഛനൂടെ പോകുമ്പം എന്നെ ഏതോ കാട്ടിക്കൊണ്ട് വിട്ടിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ആകെ വിഷമമാവുകയാണ് എന്ന് പറയും. അന്നേരവും ബാലേന്ദ്രൻ ആശ്വസിപ്പിക്കും, മോളെ സ്റ്റാൻലി ഒരു പാവമാണ്, അയാൾ പരിക്കൻ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സിൽ സ്നേഹമുണ്ട്, അത് നിനക്ക് പിന്നീട് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബാലേന്ദ്രൻ പോകുന്നതിന് മുമ്പ് അലീനയുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ബാഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും സ്റ്റാൻലി പറഞ്ഞിട്ട് ആ ബാഗൊക്കെ എടുക്കാനായിട്ട് ആൻ്റപ്പനും ബൈജുവൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ആ ബാഗൊക്കെ ആയിട്ട് അലീനയുടെ റൂമിലോട്ട് പോവാണ്. അലീനയുടെ റൂം കണ്ട് അലീന തന്നെ ഞെട്ടിപ്പോവാണ്. വലിയ രാജകീയമായ കട്ടിലും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റൂമാണ്. ആ റൂം കണ്ടിങ്ങനെ കണ്ണും തള്ളി നിൽപ്പുന്നുണ്ട് അലീന. അന്നേരം സ്റ്റാൻലി അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ കബോർഡുകളിലെല്ലാം അലീനയ്ക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അന്നേരം സ്റ്റാൻലി നല്ല രീതിയിൽ ഒരു സ്നേഹം കാണിക്കുന്നില്ലല്ലോ അലീനയോട്, ഒരു ഗ്യാപ്പ് ഇട്ടല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഷമമാണ് അലീനയ്ക്ക്. അവളുടെ അച്ഛനുമായിട്ടാണ് അവൾ ഈ പപ്പയെ താരതമ്യം ചെയ്യുന്നത്. ബാലേന്ദ്രൻ എന്തുണ്ടെങ്കിലും മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറയും. സ്റ്റാൻലി ആ രീതിയിലല്ല. അതുകൊണ്ട് തന്നെ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അലീനയ്ക്ക്. അതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പം അലീന പറയുവാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല, കീറിയ ഡ്രസ്സ് തുന്നിയിട്ടിട്ടുണ്ട്, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്, അന്നൊന്നും കിട്ടാത്ത ഡ്രസ്സ് എനിക്ക് ഇപ്പോൾ എന്തിനാ എന്നിങ്ങനെ ചോദിക്കുമ്പം സ്റ്റാൻലിയുടെ കണ്ണും ചെറുതായിട്ടൊന്ന് നിറഞ്ഞു വരുന്നുണ്ട്. കാരണം തൻ്റെ മകൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണല്ലോ ജീവിച്ചത് എന്ന് ഓർക്കുമ്പോൾ. പിന്നെ സ്റ്റാൻലിയെ പറഞ്ഞിട്ടും കാര്യമില്ല, സ്റ്റാൻലിക്ക് ഇങ്ങനെ ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയില്ലായിരുന്നല്ലോ. ഈ മകളെയും അതുപോലെ വൈജയന്തിയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി സ്റ്റാൻലിയെ പറ്റുന്ന രീതിയിൽ സ്റ്റാൻലി ശ്രമിച്ചതാണ്. അതുകൊണ്ട് സ്റ്റാൻലിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാകുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.